ദൈവത്തിൻ്റെ മക്കളോട് പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ ദർശനങ്ങളും ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. ഒരിക്കലും ദൈവം വാക്ക് മാറുകയില്ല. ചിലപ്പോൾ നമ്മൾ ചില ദർശനങ്ങൾ കാണുന്നത് ദൈവത്തിൽ നിന്നായിരിക്കണമെന്നില്ല. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ തന്നെ. ഞാനൊരു വലിയ കാർ വാങ്ങുന്നു, വലിയൊരു ബംഗ്ലാവ് വയ്ക്കുന്നു, വലിയൊരു ബിസിനസ്സിൻ്റെ ഉടമയായിട്ട് മാറുന്നു എന്നൊക്കെ പറയുന്ന ഒരുപക്ഷെ ദൈവത്തിൽ നിന്നായിരിക്കണമെന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം ചില സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് കൊടുക്കും. ഒരുപക്ഷെ ദൈവമക്കളായതിനു ശേഷം നിങ്ങൾ അനേകം നാളുകളായിട്ട് ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. അത് ദൈവം നമുക്ക് തരിക തന്നെ ചെയ്യും. ഇതുപോലെ അനേകം കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു സൗഖ്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നമുക്ക് തരിക തന്നെ ചെയ്യും. ചിലപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും, എങ്കിലും ദൈവം നമുക്ക് തരും. ഹബക്കൂക്ക് 2:3 ദർശനം അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് സംഭവിക്കും. അത് സമാപ്തിയിലേക്ക് അതിവേഗം നീങ്ങുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് നിശ്ചയമായും വരും, താമസിക്കുകയുമില്ല. അതുകൊണ്ട് ഇതൊരു മനുഷ്യൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളല്ല, ദൈവം തന്നെ പറഞ്ഞിരിക്കുവാണ്. ഓരോ ദർശനത്തിനും ഓരോ വാഗ്ദാനങ്ങൾക്കും ദൈവം ഒരു സമയം വച്ചിട്ടുണ്ട്. ആ സമയത്ത് അത് സംഭവിക്കും. അത് സമാപ്തിയിലേക്ക് വേഗം നീങ്ങും. വേഗത്തിൽ അത് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുവാണ്. സമയം തെറ്റുകയില്ല. കൃത്യസമയത്ത് അത് വരും. അത് വൈകിയാലും അതിനായിട്ട് കാത്തിരിക്കുക. അത് നിശ്ചയമായും വരും, താമസിക്കുകയുമില്ല. കണ്ടോ, എത്ര പ്രാവശ്യം ഉറപ്പായിട്ട് വരും, കിട്ടും എന്നെല്ലാം ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു. കുറച്ചുകൂടെ നമുക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ബൈബിളിലുള്ളത്. ഇംഗ്ലീഷ് പറയുന്നു, സ്ലോലി, സ്റ്റെഡിലി ആൻഡ് ഷ്യൂർലി. സ്ലോലി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നാളെ കിട്ടണമെന്നല്ല. അതിനൊരു സമയമുണ്ട്. സാവധാനത്തിൽ അത് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുക, ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. രണ്ടാമത് പറഞ്ഞു സ്റ്റെഡിലി, സ്ഥിരതയോടെ. അത് സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ തളർന്നു പോകരുത്. നമുക്കിനി കിട്ടുമോ എന്ന് പറഞ്ഞ് നമ്മൾ ചാഞ്ചാടി പോകരുത്. രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടരുത്. മൂന്നാമതായി ഷ്യൂർലി, ഉറപ്പായിട്ടും ദൈവം നമുക്കത് തരും. വിശ്വാസത്തോടെ ഇരിക്കുക. നമുക്ക് നിരാശ വേണ്ട. ഉറപ്പായിട്ടും ദൈവം നമുക്ക് തരും. വിശ്വാസത്തോടെ ആയിരിക്കുക. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തൻ്റെ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും ദർശനങ്ങളും ദൈവത്തിൻ്റെ സമയത്തിനനുസരിച്ച് നമുക്ക് തന്ന് നമ്മൾ അനുഗ്രഹിക്കും. അതുകൊണ്ട് നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. നമ്മുടെ കയ്യിലുള്ള വാച്ചല്ല ദൈവത്തിൻ്റെ വാച്ച്. ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ വർഷം ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്ന, തലമുറകളെ നൽകുന്ന, അനുഗ്രഹങ്ങൾ നൽകുന്ന, ജോലികളെ നൽകുന്ന, പുതിയ വരുമാന മാർഗങ്ങൾ ദൈവം തുറന്നു തരുന്ന, വീടുകളില്ലാത്തവർക്ക് വീടുകൾ ലഭിക്കുന്ന, പുതിയ ബിസിനസ്സുകൾ ലഭിക്കുന്ന, പുതിയ പുതിയ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി അനേകം ആത്മാക്കളെ നേടുന്ന ഒരു വർഷമായിട്ട് ദൈവം അനുഗ്രഹിച്ചു തരട്ടെ. ഗോഡ് ബ്ലെസ് യു.